ഞങ്ങൾ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ട്. ഞങ്ങൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയും. കുട്ടികളിൽ കാണുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ കുഞ്ഞുങ്ങളും അവരുടെ പാരൻസുമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ ടെൻഷൻ അടിച്ച് ഓരോ നിമിഷവും കുഞ്ഞുങ്ങളുടെ ഷുഗർ ഹൈ ആകുമോ ലോ ആകുമോ അങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരു ലൈഫാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങൾ ആ ഒരു ഷുഗർ എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ ഞങ്ങളങ്ങ് മറന്നു പോയ പോലെയാണ്. ഇത്രയും നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം തരാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോറിന് കഴിഞ്ഞു. അതിന് നമ്മൾ സ്റ്റാർ മാജിക്കിനോടും ഫ്ലവേഴ്സ് ചാനലിനോടും ശ്രീകണ്ഠൻ സാറിനോടും ഉഷ ശ്രീകണ്ഠൻ മാഡത്തിനോടും ഒരുപാട് നന്ദി പറയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തോ ഇത് ശരിക്കും ലൈക്ക് നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു കൂട്ടായ്മയാണോ ഗ്രൂപ്പാണോ, എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഫോം ചെയ്തത്? ഞങ്ങൾക്കൊരു ഓൾ കേരള ടൈപ്പ് 1 ഡയബറ്റീസ് സൊസൈറ്റി ഉണ്ട്, ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി. നമ്മൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ പാരൻസ് മാത്രമുള്ള ഒരു സൊസൈറ്റിയാണ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പാങ്ക്രിയാസിലെ ബീറ്റാ സെല്ല് നശിച്ചിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ ഇവർക്ക് എൻ്റെ മോൾക്ക് ഒരു ദിവസം എല്ലാ ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ കുട്ടികളും 6 നേരം തൊട്ട് 7 നേരം ഡെയിലി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കണം. അതുപോലെ ഈ കുഞ്ഞു വിരലുകളിൽ കുത്തിയിട്ട് ഒരു 10 നേരമെങ്കിലും ഡെയിലി ഷുഗർ ചെക്ക് ചെയ്യണം. എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മളപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കണം. അതുപോലെ തന്നെ ഫുഡിൻ്റെ ഡയറ്റ് ഇവർക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാൻ പാടില്ല. പാരൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങാത്ത അമ്മമാരാണ്. രാത്രിയൊക്കെ ഷുഗർ ലോ ആയിട്ട് കുട്ടികൾ മരണത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാകും. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു. ഏത് വയസ്സിനകത്തോ ഇത് തുടങ്ങും? എൻ്റെ മോൾക്ക് 3.5 വയസ്സിലാണ്. ബൈ ബർത്ത് ഉള്ള കുട്ടികൾ വരെയുണ്ട്. ഇതിന് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നോർമലി ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ സിംറ്റംസ് ആണ്. ഇവർ യൂറിനേഷൻ പെട്ടെന്ന് മൂത്രമൊഴിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം ഒത്തിരി ഭക്ഷണം കഴിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക. അപ്പോഴാണ് നമ്മൾ ഒരു നോർമൽ സിറ്റുവേഷൻ ഒരുപാട് വെള്ളം കുടിക്കുക. അപ്പം നമ്മൾ പോയി ചെക്ക് ചെയ്യും. പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മുടെ കുട്ടിക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു രോഗാവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത്. അങ്ങനെ നമ്മളൊരു കൂട്ടായ്മയായി. ശരിക്കും സ്റ്റാർ മാജിക് ഒക്കെ ഇപ്പം അമ്മമാർ പറഞ്ഞു, ഉറങ്ങാത്ത അമ്മമാരാണെന്ന് പറഞ്ഞു, അച്ഛന്മാര് കൂടെ വന്നിട്ടുണ്ട്. അവർക്കും ഒരു വലിയ പ്രണാമം പറയാണ്. കാരണം മക്കളെ അങ്ങനെ കരുതലോട് കൂടിയിട്ടാണ്. നിങ്ങളില്ലെങ്കിൽ അവരില്ല. അപ്പം സ്വന്തം ആയിട്ട് വളരെ സന്തോഷത്തിൽ അവരെ പൊന്നുപോലെ നിങ്ങളിതായിപ്പോൾ അവരുടെ സന്തോഷത്തിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഉമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട്, കരയാൻ പാടില്ല. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിച്ച് വിടുക. ഈ സ്റ്റാർ മാജിക്കിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും തുറന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണം സന്തോഷം എന്ന് തോന്നുമ്പോൾ അപ്പോൾ ഈ വാതിൽ തുറന്നിരിക്കും. അപ്പം തന്നെ വരണം എല്ലാവരും കേട്ടോ. ഇതില് കുറെ ആ ചിടുങ്ങാപ്പിയാണ് നേരത്തെ ടീമിന്റെ അടുത്തും എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന. ചാട്ട വേണം, അത് വേണം. എന്താ ഭാവിയുടെ പേര്? ഖദീജ സാദിയ. ഖദീജ കുട്ടി, ഹായ്. സ്റ്റാർ മാജിക് ഇഷ്ടാണോ? ഭയങ്കര ഇഷ്ടാണോ? എനിക്ക് എല്ലാവരെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്റ്റാർ മാജിക്കിലെ എല്ലാവരും വാവയുടെ ഫ്രണ്ട്സിനെ അന്വേഷിച്ചു എന്നൊക്കെ പോയി പറയണം കേട്ടോ. ഗുഡ് ഗേൾ ആയിട്ട് സ്മാർട്ട് ഗേൾ ആയിട്ട് ഇരിക്കൂ.